ആൽബത്തിൻ്റെ ആളുകൾ കുറച്ച് പേര് നമ്മളെ പുച്ഛത്തോടെ കാണാനും ഓഡിയൻസിലേക്ക് അതൊരു വളിപ്പൻ സാധനമാണെന്ന് വരുത്തി കൂട്ടാനും കരുതി കൂട്ടി ശ്രമിച്ച ഒരു വലിയ സംഘം സിനിമാ രംഗത്തുണ്ടായിട്ടുണ്ട്. ഇങ്ങനെ പറയരുതുമ്മ, ആൽബം മഹത്തായ ഒരു കലാസൃഷ്ടിയാണ്. ഒലക്ക നാട്ടിലൊരു പെണ്ണ് ചിരിച്ചാൽ ആൽബം, കരഞ്ഞാൽ ആൽബം, കാല് തടഞ്ഞ് വീണാൽ ആൽബം, ഒക്കെ പോട്ടെ വണ്ടി ഇടിച്ചൊരുത്തൻ ഐശൂല് കിടന്നാ പോലും ആൽബം. നാട്ടുകാരിങ്ങളെ കണ്ണും മോറി നടിമാർക്ക് തുണിയൊക്കെ കുറച്ചിട്ടുള്ള കുറച്ച് ആൽബങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങി. എനിക്ക് വ്യക്തമായിട്ട് അറിയുന്ന ഡയറക്ടർമാർക്ക് പങ്കുണ്ട്, പ്രൊഡ്യൂസർമാർക്ക് പങ്കുണ്ട്. അതെ, ഓനിപ്പം വരും. ഓനെ കൊണ്ട് ഈ ആൽബം പ്രൊഡ്യൂസ് ചെയ്യിച്ചാലേ നമ്മളെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആവൂ. അതിനാണല്ലോ നമ്മൾ വന്നത്. അത് ഓർമ്മയുണ്ടായാൽ മതി. എങ്ങനെങ്കിലും സുൽഫിനെ പിടിച്ച് മടക്കി ഒട്ടിച്ചിട്ട് നമ്മളെ കീശലാക്കണം. അവൻ പ്രൊഡ്യൂസർ ആകുന്നതിന്റെ ഉള്ളിൽ വേറെ കുറെ ഉദ്ദേശങ്ങളുണ്ട്. ഇതിന്റെ വീഡിയോ ചിത്രീകരണ വേളയിൽ കുറച്ച് പെൺകുട്ടികളെ കാണാം, പറ്റിയാൽ അവരൊരു ബന്ധം സ്ഥാപിക്കാം. രണ്ട് തരം ആളുകളാണ് ഇത് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ ടീമാണ് പോയ്സൺ. പൈസനെ കൊണ്ടൊരു ആൽബം പിടിക്കി 10 അല്ല 10,000 അല്ല 900 മൊഞ്ചത്തികള് എന്റെ വയ്യാലെ വരും. ടീമാണ് പോയ്സൺ. മറ്റൊരു പൂതി തീർത്തതാണ്. സിനിമാക്കാർ നമ്മളെ കണ്ടിട്ടുള്ളത് എന്താണ്? ഉമ്മ വന്നില്ലേ? ഇല്ല, മമ്മിക്ക് 5th ഫീവർ, 5ാം പനി. മമ്മി ഇല്ലെങ്കിൽ ഡെമ്മി ആയിട്ട് അമ്മായിനെങ്കിലും കൊണ്ടുവരാനില്ല സാറേ. പോയത് പോട്ടെ. നമ്മളിങ്ങനെ വരും, ഓനൊന്നും സിനിമയിലൊന്നും പാടാനായിട്ടില്ല. ഞാൻ സിനിമയിൽ പാടാൻ വേണ്ടി വന്നാന്ന് ആര് പറഞ്ഞു? ആരോടെയും പറഞ്ഞോ? എവിടെയെങ്കിലും പറഞ്ഞോ? നമ്മൾ അല്ല, പാട്ട് എഴുതുന്നതും സംഗീതം പകരുന്നതും പാടുന്നതും ഒക്കെ ഇതാ ആര്? നമ്മളെ കുഞ്ഞാപ്പുവോ? വെറും കുഞ്ഞാപ്പൂ അല്ല, കുഞ്ഞാപ്പൂ വട്ടക്കിണ. ആ കാലത്ത് നമ്മളിങ്ങനെ വന്നത് തലവേദന ആയി കണ്ടുകൊണ്ട് നമ്മളെ പുച്ഛത്തോടെ കാണാനും ഓഡിയൻസിലേക്ക് അതൊരു വളിപ്പൻ സാധനമാണെന്ന് വരുത്തി കൂട്ടാനും കരുതി കൂട്ടി ശ്രമിച്ച ഒരു വലിയ സംഘം സിനിമാ രംഗത്തുണ്ടായിട്ടുണ്ട്. എന്റെ സുറുമയിട്ടൊരു കൽബേ, നീ കരിമ്പ് തിന്നാൻ വരുമോ? ഇല്ലെങ്കിൽ മുണ്ടില്ല ഞാന്. ജയസൂര്യയുടെ ജയേട്ടൻ്റെ ഒരു പടത്തിൽ പാടാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചു ഒരാൾ കൂട്ടിക്കൊണ്ടുപോയി. അത് മുതലേ ആ പുച്ഛം ഞാൻ അനുഭവിക്കുന്നുണ്ട്. കാരണം നമ്മളൊരു ആൽബത്തിൽ നിന്ന് വന്ന എന്തോ പാടുന്ന ഒരാൾ എന്നുള്ളൊരു സാധനം ആ സമയത്ത് എല്ലായിടത്തു നിന്നും കേൾക്കുന്ന കൂട്ടത്തിൽ ഇവിടെയും അതായിരുന്നു അവസ്ഥ. ഒന്നല്ല പാടി നമുക്കൊരു ഇതൊന്ന് പാടി നോക്കാം എന്നൊക്കെ പാടുമ്പോൾ നോക്കുമ്പോൾ നമ്മളില്ല, നമ്മളെ പാട്ടില്ല, വേറെ ആരോ പാടിയിരിക്കുന്നു. അത് പറയണ്ട, എന്തിനാണ് എനിക്കതിൽ നിരാശയൊന്നുമില്ല. കാരണം വ്യക്തിത്വം, ഞാനിത് ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്. 800 രൂപ ദിവസക്കൂലിക്ക് ടെക്സ്റ്റൈൽസിൽ എൻ്റെ സുഹൃത്തിൻ്റെ, അത് ഭയങ്കര ഭീകരമായ പണിയായിപ്പോയി. ഞാൻ പണ്ടും പണിക്ക് പോയിട്ടുണ്ട്. നാളെ ഇതില്ലാണ്ടായാലും ഞാൻ വേറെ പണിക്ക് പോകും.